ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ വിഷുവൊക്കെ കഴിഞ്ഞെങ്കിലും കുറച്ച് തിരക്കായി പോയെങ്കിലും ഞാൻ വിഷുക്കണി വെച്ചതിൻ്റെ ഒരു വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിപ്പോഴാണ് ഇടാൻ എനിക്കൊരു നേരം കിട്ടിയത്. കുറച്ച് ഹോസ്പിറ്റൽ കാര്യങ്ങളൊക്കെ ആയിട്ട് തിരക്കായി പോയിരുന്നു. അങ്ങനെ നമ്മൾ വിഷുക്കണി ഒരുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെമ്പിൻ്റെ ഇതായിരുന്നു തളികയായിരുന്നു വേണ്ടത്. അത് നമ്മുടെ അടുത്ത് ഇല്ലാത്തതുകൊണ്ട് നമ്മളൊരു വലിയൊരു പാത്രം എടുത്ത് നല്ല വൃത്തിയുള്ള ഒരു തുണി വെച്ച് തുടച്ചതിന് ശേഷം അരി ആദ്യം വെച്ചിട്ടുണ്ടായിരുന്നു മുകളിൽ. അരി വെച്ചതിന് ശേഷമാണ് ബാക്കിയുള്ള എല്ലാ സാധനങ്ങളും ചക്ക, മാങ്ങ തുടങ്ങിയ ഐറ്റംസൊക്കെ അതിൻ്റെ മുകളിൽ നിരത്തി വെച്ചത്. പിന്നെ അരിയും നെല്ലും ഒക്കെ നമ്മുടെ അടുത്ത് നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നതായതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടില്ലാതെ അതൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അരി, വെള്ളരി, തേങ്ങ, പഴം, ചെറുപയർ, കടല അങ്ങനത്തെ ഐറ്റംസൊക്കെ വെച്ചതിന് ശേഷം ഫ്രൂട്ട്സും ഒക്കെ നിരത്തി വെച്ചതിന് ശേഷം നമ്മൾ കുറച്ച് ഗോൾഡ് കണി കാണണം എന്ന് പറഞ്ഞിട്ട് ഒരു മാല വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് പൈസ വെച്ചിട്ടുണ്ടായിരുന്നു. പൈസയുടെ മുകളിലായിട്ട് കുറച്ച് നാണയങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ വെച്ചതിന് ശേഷം ആണ് അമ്മ പറയുന്നത് കുങ്കുമവും കന്മഷിയും ഒക്കെ വെക്കണമെന്ന്. അങ്ങനെ പിന്നെ അതും കൂടി വെച്ചിട്ടുണ്ടായിരുന്നു. കുങ്കുമം വെച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ കന്മഷി വെച്ചു, പിന്നെ ചന്ദനവും കൂടി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതാണ് നമ്മൾ ഫൈനലായിട്ട് നമ്മൾ എല്ലാം സെറ്റാക്കിയതിന് ശേഷം, ഇത് കണി കണ്ടതിന് ശേഷമുള്ള തലേന്ന് നമ്മൾ കണി ഒരുക്കി വെക്കുന്നതിനുള്ള ഇതാണ്. അങ്ങനെ പിന്നെ നമ്മൾ നിലവിളക്കൊക്കെ കത്തിച്ച് കിണ്ടിയൊക്കെ സെറ്റാക്കി വെച്ച് എണ്ണയൊക്കെ ഒഴിച്ച് പിറ്റേന്ന് രാവിലെ കണി കാണാൻ വേണ്ടിയിട്ട് എല്ലാം സെറ്റാക്കി വെച്ച് പോയി കിടന്നുറങ്ങിയിട്ടുണ്ടായിരുന്നു. വീഡിയോയുടെ ലാസ്റ്റായിട്ട് ഞാൻ കണി കണ്ടതിന് ശേഷമുള്ള 2 ഫോട്ടോസും കൂടി വെക്കുന്നുണ്ടെങ്കിൽ, അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.